അൻവർ ഷെരീഫ്, മീരയുടെ ക്ലാസ്മേറ്റ് ആണ്. ഈ വഴി പോയപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാ. പിന്നെ ഉഷാമയും മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്നും കരുതി. മനുബ്രോ PWD അല്ലേ? ആ. സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല. മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ തിരക്കാണല്ലോ. അപ്പൊ ശരി ശരി, ഇറങ്ങട്ടെ. നല്ല പയ്യൻ, ഗുരുത്തുള്ളവനാ. ശരി അമ്മേ, സൂപ്പർ ചേട്ടൻ. അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വന്നല്ല. ഇതിന് മാത്രം കാപ്പി എവിടെ ഇരിക്കുന്നു? ഞാനും വരുക. നീ വരണ്ട, നീ പോയേ. എന്താണ് പ്രശ്നം? ആ ക്രിസ്ത്യാനി ചെക്കൻ സമ്മതിച്ചില്ലേ? അവന്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാം. അമ്മേ ഏട്ടാ, എന്താന്ന് വെച്ചാ പറ, എനിക്ക് പ്രഷർ കയറിയിട്ട് വയ്യ. അമ്മ ഒന്ന് വാ. അമ്മേ, 2 കാപ്പി 1 മസാല ദോശ. ശരി. വട വേണ്ട. എടാ, എന്തുവാണെങ്കിലും നീ ഒന്ന് പറ, എന്തുവാ കാര്യം? അമ്മ ദോശ കഴിക്ക്. അമ്മേ, ചിലര് ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല. ഞാൻ കഴിക്കല്ലോ. അതല്ല അമ്മേ, നമ്മുടെ മീരയില്ലേ, നമ്മുടെ മീരയ്ക്ക് ദോശയുടെ കൂടെ വെള്ളച്ചട്നിയും തക്കാളി ചട്നിയും സാമ്പാറും വേണം. മനസ്സിലായില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്ന് അൻവറില്ലേ, നമ്മുടെ മീര അവനായിട്ട് പ്രേമത്തിലാണ്. എന്തുവാ? അപ്പൊ ആ ക്രിസ്ത്യാനി ചിക്കനോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനുമായിട്ടും പ്രേമത്തിലാണെന്ന്. അമ്മേ, അമ്മ എങ്ങോട്ടാ പോന്നേ? അമ്മ എന്ത് ചെയ്യാൻ പോവാ? എടാ, ഇന്ന് വരെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്, എനിക്കറിയാം എന്ത് വേണം. ഇനി അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ചെന്ന് വെള്ളം വെച്ച് അവക്കിട്ട് ഒരു അടി കൊടുക്കും. നാട്ടുകാർ മൊത്തം അറിയിച്ച് കുടുംബത്തിന് മൊത്തം നാണം കെടുത്തും. അവള് പോലെ കടുങ്ങുകയും ചെയ്താലോ? ഇളയ ഒരാളും കൂടി ഇല്ലേ അവിടെ? നമ്മൾ അതും കൂടി ആലോചിക്കണ്ട അമ്മേ. പിന്നെ ഞാൻ എന്ത് വേണം? ഒരമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കുക? അവള് ചെയ്തു വെച്ച എല്ലാം അറിഞ്ഞോണ്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? അതിനിങ്ങനെ അല്ല റിയാക്ട് ചെയ്യണ്ട അമ്മേ. നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എങ്ങനെ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങള്. ഞാൻ അവളുടെ പേര് മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരാളെ കിട്ടി. ചെറുവൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. ജാതകമൊക്കെ ചേരും. അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞേ. നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടമ്മേ. അതിന് അവള് സമ്മതിക്കണ്ടേടാ. അവളുടെ ഉദ്ദേശം വേറെ വല്ലതാണെങ്കിലോ? അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ പറയും ചെയ്യും, അവളത് അനുസരിക്കുകയും ചെയ്യും. അമ്മ നോക്കോ. അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പുറത്തെ വീട്ടിലായില്യം വന്ന ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. എന്നാ പെണ്ണ് കേറി വന്നോ അന്ന് തീർന്നു എന്റെ മനസ്സമാധാനം. നമ്മുടെ വീട്ടിലെ കൊച്ചു കൊള്ളൂല തന്നെ എന്തിനാ അമ്മ അയലൊക്കത്തെ കൊച്ചിനെ കുറ്റം പറയുന്നത്? ഈയിടെ നമ്മളൊന്നും കൂട്ടാതെ പുറത്തു പോക്ക് ഇച്ചിരി കൂടുതലാണ്. എന്താ അമ്മയും മോനും തമ്മിലൊരു ചുറ്റിക്കളി? നിനക്ക് ഈ സൺഡേ എന്താ പ്രോഗ്രാം? സൺഡേ എന്താ, രാവിലെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർ വരുമല്ലോ ട്യൂഷൻ എടുക്കാൻ. നമുക്കിതൊക്കെ തന്നെ. ആ, എന്നാ ഈ സൺഡേ നീ എങ്ങും പോകണ്ട. നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവരൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തങ്ങ ഉറപ്പിക്കും. അല്ലേ? എന്താണ് ഇത്ര വലിയ രഹസ്യം? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്താ എത്ര പെട്ടെന്ന്? ആഹാ, ചേച്ചിക്ക് കല്യാണാലോചന തുടങ്ങിയോ? FB-യിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം. അന്നിനോട് ഫോട്ടോ ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ എന്തോ ഒപ്പിക്കാനാണ്. ഒരു വാക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഫോട്ടോസ് തന്നേനല്ലോ. അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറിപ്പോവുകയെല്ലാം ചെയ്തായിരുന്നോ? എനിക്കറിയില്ലടാ മക്കളെ, ഞാൻ സഡേഷനിലായിരുന്നു. ജീവൻ രാജ്. അമ്മ, അമ്മ, മുറിവേറ്റ ഈ ജീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത്. അരെ വാ, ജീവൻ രാജ് ഒട്ടും പൈങ്കിളിയല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ നമഃ. എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. പരേതന് കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ. ബന്ധുക്കളോ സംബന്ധക്കാരോ ഒക്കെ വന്നിരിക്കുന്നവരല്ലേ, അവരുടെ പേരുകൾ ഇവിടെ കുറിപ്പേട്ടോ,
ഒന്നിങ്ങ് വന്നേ. ഞാനോ? ആ ഓ മറ്റേ ആലോചനയുടെ കാര്യം എന്തായി? ആ UK-ക്കാരെ അവർക്കതിൽ താല്പര്യമുണ്ടെന്ന്. അതെ, നമുക്കെന്തിനാ ഈ അന്യ നാട്ടിൽ കിടക്കുന്നവരെ? നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും സർക്കാർ ജോലിക്കാരല്ലേ നല്ലത്? ഞാനിനി മോഹൻലാലിനോട് എന്ത് പറയും? പിന്നെ എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ മതി. ഒരു ക്ലർക്കായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ട പയ്യൻ. ചേടാ, അങ്ങനെ ഒരാളെ ഇവിടെ കിട്ടാനാ? പ്രസിഡന്റ് അല്ല ഒന്ന് വരൂ. മനുവേ കേറുന്നില്ലേ? സെക്രട്ടറി ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അല്ല, ഉണ്ട്. ഒരു ചെറിയ തിരക്കിലായി പോയി. നമ്മുടെ മീരയ്ക്ക് ഒരു കല്യാണാലോചന ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ ഈ ഞായറാഴ്ച അവര് വരും. ഓഹോ, കരയോഗത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങില്ലേ? അയ്യോ, ഞായറാഴ്ച ഉണ്ടാവില്ലല്ലോ. ജഗത്തമ്പിള വിടാം. പയ്യന്റെ പേരെന്താ പറഞ്ഞേ? ജീവൻ രാജ്. ജീവൻ രാജ്. നല്ല വരാ. Hold up, don't sway. I'm holding my ground, and what goes around comes around. We don't change. Ain't got nobody who's shaking my body and mind. Ain't no way. None of the ladies impressed me when dating, and trust me when I say I couldn't find a single woman trying to mingle with me on the same page. Kinda like a phase, living like a sage. ജീവൻ രാജ്. മനമോഹൻ. നൈസ് നെയിം. ജീവൻ രാജ്. വരൂ. പുഞ്ചിരി കൂടുതലാണല്ലോ നിങ്ങൾ. ഐ എം എ ഹാപ്പി മാൻ. അത് നന്നായി. ആ ഇത് അമ്മ, ഇത് ഇളയോ. ഇവിടെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കാം. ഇവനും എഞ്ചിനീയറിംഗിനാ, അങ്ങ് തമിഴ്നാട്ടിലാ സെക്കൻഡ് ഇയർ. ടോപ്പറാ. അത് പിന്നെ ചേട്ടനാണല്ലോ അവന്റെ റോൾ മോഡൽ. മീര. മോളെ മീര വാ. മോൾ എവിടെയാ പഠിക്കുന്നത്? കാത്തോലിക്കേറ്റ് കോളേജ്, M.Com ഫൈനൽ ഇയർ. അല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ, അതല്ലേ നാട്ടടപ്പ്. എന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കാനില്ല. അല്ല, അവര് സംസാരിക്കട്ടെ. അവര് സംസാരിച്ചാലല്ലേ അറിയൂ. അതെ അതെ. സംസാരിച്ചറിയും. എനിക്ക് സംസാരിക്കണം. ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അയ്യോ, പക്ഷെ ഞാൻ അതിലൽപ്പം ആക്റ്റീവ് ആണ്. ഞങ്ങള് കണ്ടായിരുന്നു. ഫോട്ടോസ് ഒക്കെ ഉണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? സാഹിത്യം കൊള്ളാം, പക്ഷെ ഫോട്ടോ അത്ര പോരാ. നേരിട്ട് കാണാനാ കുറച്ചുകൂടെ നല്ലത്. പോകുമ്പോ ഞാൻ മീരയുടെ നമ്പർ ഒന്ന് വാങ്ങുവേ. എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടാന്നങ്ങ് പറഞ്ഞത്? അതൊന്നും വേണ്ടെന്നേ, കല്യാണം എത്രയും പെട്ടെന്ന് നടത്താന്നല്ലേ അവര് പറഞ്ഞത്. ജാതകം നേരത്തെ നോക്കിയിട്ട് പോയത് നന്നായി. ഇനി ആ പേരിൽ മുടങ്ങില്ലല്ലോ. ഇവന് വേണ്ടി ഇനി പെണ്ണ് കണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ഇനി ആരെയും കാണണ്ട. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു. ഇതങ്ങ് ഇത്ര വേഗം ഉറക്കുമെന്ന് കരുതിയില്ല കേട്ടോ. എന്നാലും ആ നാട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് അന്വേഷിക്കണം പെണ്ണിനെ കുറിച്ച്. എന്റെ അടുത്തേക്കല്ലയോ കെട്ടിക്കേറി വരുന്നത്. അമ്മ ഈ കണ്ട കാലത്തിനും ചേട്ടന് വേണ്ടി പെണ്ണ് തിരക്കി നടന്ന് ദേ മൂക്കിൽ പല്ല് വരാറായി. ആർക്കള മൂക്കി പല്ലൊന്നും അല്ല. ശോഭന ചേച്ചി. ഹലോ, എടി കോമളെ. ശോഭനേച്ചി, എന്തുണ്ട്? കൊറേ ആയല്ലോ വിളിച്ചിട്ട്. ആ എടി, ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാനാന്നേ. എടി, നിനക്കേ അവിടെ ഒരു മീരാ മോഹനെ അറിയാവോ? നമ്മുടെ ജീവൻ മോൻ ഒരു ആലോചന വന്നതാ. നമ്മുടെ ജീവൻ മോന് വേണ്ടിയോ? എന്റെ പൊന്നി ചേച്ചി, ഒന്നും നോക്കാനില്ല. ഇത്രയും നല്ല പെങ്കൊച്ച് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കാണത്തില്ല. ഓ, ആ നിന്നോടാവുമ്പോഴേ നല്ല കൊച്ച ചേച്ചി. നിന്നോടാവുമ്പം എല്ലാം അങ്ങ് തുറന്നു ചോദിക്കാലോ. ഞാൻ എന്നും കാണുന്ന കൊച്ചല്ലേ. പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാം, ഞാൻ വിളിക്കാൻ നിന്നെ കേട്ടോ. ശരിയടി എന്നാ. കൊറേ വിളിച്ചതുവാ.
കടാ 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 ഇപ്പൊ സമാധാനമായാലോ? ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക് മീരയെ മതി. കാര്യം